കിട്ടതുമില്ല. എനിക്ക് വിഷമമുണ്ട് കേട്ടോ. വിഷമമൊന്നും ഇല്ല. ബിനീഷേട്ടൻ ബിനീഷേട്ടനല്ലേ ആമിയാണോ? ഓക്കെ ആമി. ശ്യാം ചേട്ടനാണെങ്കിൽ എസ് എന്ന് പറയുന്നുണ്ട്, അതേ എന്ന് പറയുന്നുണ്ട്. എടാ നിങ്ങൾ എല്ലാവരും വേണ്ട പിൻ ചെയ്യും നമ്മുടെ അനീഷ് ചേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുള്ളിക്കാരനാണെങ്കിൽ ഇച്ചിരി സബ് വേണമെന്ന് പറയുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ എത്ര ആയി? എന്താ പറയാ, 357 കേട്ടോ. 357. ഓക്കെ, ഒന്ന് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടു കൊടുത്തേക്കണം. ഞാനും കോട്ടയാണെന്ന് പറയുന്നുണ്ട്. ആഹാ, ഇവിടെ കോട്ടയംകാരാണല്ലോ മൊത്തം. എന്തൊക്കെയുണ്ട് പിന്നെ? ശ്രുതിയും കോട്ടയാണല്ലോ. നന്നായി പാടുന്നുണ്ട് ചന്തു ബ്രോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. ഞാൻ വരും AK എന്ന് താങ്ക് യു പറയുന്നത്. സ്മൃതി. ലിബൻ ബ്രോ താങ്ക് യു സ്മൃതി. ആണോ? താങ്ക് യു. ചന്തു ചേട്ടാ പറഞ്ഞോ. വേറെന്താ അങ്ങനെ പോണു. ഓക്കെ. ചന്തു ചേട്ടന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ അറിയാം. കാരണം ഞാൻ ചാനൽ അല്ലെങ്കിലും സമയം കിട്ടുമ്പോൾ ട്യൂതറിൽ ഇങ്ങനെ കയറി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട്. അതുകൊണ്ട് എന്നെ അറിയാം. എല്ലാവർക്കും അത്യാവശ്യം അറിയുന്നവരാന്ന് തോന്നുന്നു. ആമിക്കൊക്കെ അറിയാം. ആമി അതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാ പാട്ട് പാടാൻ പറഞ്ഞത്. നമ്മുടെ ഏതോ മറന്നു, നീ ഉറങ്ങുമോ നിലാവേ ഹിറ്റ് മൂവിയിലെ പാട്ടെന്ന് പറയുന്നത്. ഹിറ്റ്ലർ മൂവിയിലെ പാട്ടാണ്. നീ ഉറങ്ങിയോ നിലാവേ, മഴ നിലാവേ, പെയ്തിറങ്ങി തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മൂടാ ഒരു വെൺതൂവൽ ശ്രുതിയായി മൂളാ ലിറിക്സ് അറിയില്ലട്ടോ, അതുകൊണ്ട് അങ്ങനെ നിർത്തിയേക്കുവാ. ഓക്കെ, നല്ല ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല ഫീൽ ആയിരുന്നു പാട്ട്. ആമി ആണെങ്കിൽ സ്നേഹം തരുന്നുണ്ട്. ലിബൻ ബ്രോ സ്നേഹം തരുന്നുണ്ട്. പിന്നെ പാവ അടുപ്പിച്ച് പാടുന്നോണ്ട് റെസ്റ്റ് വേണോ ചേട്ടാ? കുഴപ്പമില്ല. ഞാന് ഷാൻബ്രോന്റെ സൗണ്ട്, ഷാൻബ്രോ നല്ല പാട്ടാണ്. അപ്പൊ എനിക്ക് ഷാൻബ്രോന്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാനിവിടെ നിന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. തീർച്ചയായിട്ടും. ഷാനൂക്കെ ആണെങ്കിൽ നമ്മളെ ലൈവില് രണ്ടാമത്തോട്ടാ വരുന്നത്. നേരത്തെ വന്നു എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങടാ പഴയ പാട്ടൊക്കെ, എനിക്ക് പുതിയ പാട്ടൊന്നും പറയല്ലേ, എനിക്ക് അറിയത്തില്ല, ഞങ്ങള് പഴയ. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാനും നിങ്ങളെ ആ സെയിം ക്യാരക്ടറാണ്, ഞങ്ങള് പഴയ പാട്ടൊക്കെ ഞാനും ഇഷ്ടപ്പെടുന്നു. എന്താ പറയാ, നമ്മളിപ്പം അതായത് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. അല്ല വേറെ ഒരു ഇതിനും അല്ല. ശരി. ഞാൻ കോട്ടയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്യാം ചേട്ടൻ. അയ്യോടോ, എന്ത് പറ്റിയത്? ചന്തു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ലിബൻ ബ്രോ. താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത്. താങ്ക്സ് പറയുന്നുണ്ട്. ആമി ആണെങ്കിൽ വളരെ നന്ദി പറയുന്നുണ്ട് ചന്തു ചേട്ടൻ. ആമി. ആര്യ വിളർത്ത് പറയുന്നുണ്ട്. ഏതൊരു സ്ഥലം പറയുന്നുണ്ട്. പുതുപ്പള്ളിയാന്ന് പറയുന്നത് ശ്യാം ചേട്ടൻ. ഇവരുടെ പാട്ടിന്റെ മുമ്പിൽ ഞാൻ തോറ്റു എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ അതിനെക്കാട്ടി ഏറ്റവും താഴെ കിടക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാ പുലികളാണ്, പുലികള്. ഷാനൂക്ക, ചന്തു, അതേണക്ക് നമ്മുടെ വേറെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അവന്മാര്. പിന്നെ നമ്മുടെ ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു സലീം എന്ന് പറഞ്ഞ, അല്ല സലീം എന്നല്ലല്ലോ, ഷാലു എന്ന് പറഞ്ഞ ടീച്ചർ. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. ശ്രുതിയും പാടും കേട്ടോ. ശ്രുതി നല്ല രീതിയിൽ പാടും. നന്ദുവും പാടും. പിന്നെ നമ്മുടെ നോമബി എന്ന് പറഞ്ഞ ഗോഡബി, അവരൊക്കെ നല്ല രീതിയിൽ പാട്ട് പാടുന്നത്. ഒരുപാട് പേരുണ്ട്. എന്തോ ചെയ്യാനാ. ശ്യാം ചേട്ടാ എന്ന് പറയുന്നത്. എടാ അയ്യോ, ലിബൻ ബ്രോയുടെ ബ്ലൂ പോയോ? മിക്കവാറും അതായിരിക്കും എന്റെ ഒന്ന് പോയത് കേട്ടോ. ഞാൻ സെറ്റാക്കി തരാം. ശ്യാം ചേട്ടനാണെങ്കിൽ അതേ ശ്രുതി ഞാനും തോറ്റു എന്ന് പറഞ്ഞ അതാണെങ്കിൽ ശ്യാം ചേട്ടനും പാട്ടും കേട്ടോ. ശ്യാം ചേട്ടനും പാടും. ഇതാരാടാ പോയി? എവരിയാണ് തോമസ് യു വെരി സ്ലീപ്പ് എന്ന് പറയുന്നത്. എനിക്ക് അറിയില്ല, സ്പാമായിപ്പോ ഏതോ ഒരുത്തൻ ഫെബ എന്തോ മെസ്സേജ് ഇട്ടതാണ്. സ്പാമായി പോട്ട് കേട്ടോ. ചേട്ടാ നമ്മുടെ ഇല്ല പാട്ടറിയാമോ? പാതിരാരാവിൽ നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ ഒരു പാട്ടില്ലയോ, വിയറ്റ്നാം കോളനിയോ, അതിനകത്തൊരു പാട്ടുണ്ടല്ലോ.